ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ലയണൽ മെസ്സി കേരളത്തിലേക്കില്ല. അർജന്റീനൻ ടീം നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല. ഫിഫ അനുമതി നൽകില്ലെന്ന് സ്പോൺസർമാർ സ്ഥിരീകരിച്ചു. നവംബർ 17-ന് മെസ്സി കേരളത്തിൽ കളിക്കുമെന്നായിരുന്നു സർക്കാരും സ്പോൺസറും നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. MG മിഥുൻ നൽകും വാർത്തയുടെ വിശദാംശങ്ങൾ. മിഥുൻ, 2 ആഴ്ച മുൻപ് ന്യൂസ് 18 വളരെ വ്യക്തമായി പറഞ്ഞതാണ് കേരളത്തിലേക്ക് മെസ്സി വരില്ല എന്ന്. ഇപ്പോഴിതാ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമായിരിക്കുന്നു. ഇത് മെസ്സി ആരാധകരെ സംബന്ധിച്ച്, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും നിരാശയുള്ള ഒരു വാർത്ത എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഫുട്ബോൾ ദിശ കൊച്ചിയിലെത്തി പന്ത് കളിക്കുന്നത്, പന്ത് തട്ടുന്നത് കാണാൻ കാത്തിരുന്ന ആരാധകരെ സംബന്ധിച്ചാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത വന്നത്. ഇത് ഇക്കാര്യം സ്ഥിരീകരണമായല്ലോ അല്ലേ? ഭവ്യ, അക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ പലതവണ നമ്മൾ ഈ വിഷയത്തിൽ മെസ്സിയുടെ കേരളത്തിലേക്കുള്ള സന്ദർശനം ഉണ്ടാകില്ല, കേരളത്തിൽ പന്ത് തട്ടുമെന്നുള്ള ആരാധകരുടെ പ്രതീക്ഷ അത് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നതായിട്ട് നമ്മളൊരു അവിടുത്തെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റിൻ്റെയും ഒപ്പം തന്നെ അവിടുത്തെ പത്രമാധ്യമങ്ങളുടെയും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ തന്നെ ഉറച്ച നിലപാടിൽ നിൽക്കുകയായിരുന്നു റിപ്പോർട്ടർ MD, ഒപ്പം തന്നെ സ്പോൺസർ കൂടിയായിട്ടുള്ള റിപ്പോർട്ടറിൻ്റെ MD ആൻഡ്രോ അഗസ്റ്റിൻ. അതായത് മെസ്സി വരില്ല എന്നുള്ള ഒരു ഉറപ്പും വരത്തില്ല എന്നുള്ള ഒരു ഉറപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഉണ്ടാവുകയും ചെയ്തത്. നിങ്ങൾ ഏതെങ്കിലും പത്രത്തിന്റെ വാർത്ത നോക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് പറയുന്നത് കേട്ട അങ്ങനെ വാർത്ത കൊടുക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ഇപ്പോഴൊരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം സ്പോൺസർ തന്നെ നൽകുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു വിശദീകരണം നൽകുന്നത് ഫിഫ ഇത് അനുമതി നൽകുന്നതിൽ കാലതാമസമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിൻഡോയിൽ, അതായത് ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ നവംബറിൽ അങ്കോളയുമായി മാത്രമായിരിക്കും മത്സരം നടക്കുക. അതേസമയം കേരളത്തിലുള്ള മത്സരം നടക്കില്ല എന്ന് ഔദ്യോഗികമായി ഇപ്പോൾ സ്പോൺസർ സ്ഥിരീകരിക്കുന്നു. അടുത്ത വർഷം, അതായത് അടുത്ത വിൻഡോയിൽ ഇന്റർനാഷണൽ ബ്രേക്കിൽ മത്സരം കളിക്കാനുള്ള സാധ്യത, അതിനുവേണ്ടിയുള്ള ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടർ MD പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ നേരത്തെ ഗാസ്നഡൂൾ, അവിടുത്തെ പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റാണ് അദ്ദേഹം. മുൻകാലങ്ങളിലുമൊക്കെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഏറെ ബന്ധമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. പല വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അർജന്റീനയുടെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ആ വാർത്തകളൊക്കെ നമ്മൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഒരു തരത്തിലും ഈ വിഷയത്തിൽ മെസ്സി കേരളത്തിൽ പന്ത് തട്ടാൻ എത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണെന്നായിരുന്നു റിപ്പോർട്ടർ MDയുടെ വാദമെങ്കിൽ അതൊക്കെ ഇപ്പോൾ പൊളിയുന്നു എന്നുള്ളതാണ് അദ്ദേഹം തന്നെ. അവിടെയാണ് മിഥുൻ, നവംബറിൽ എന്തായാലും മത്സരം നടക്കുമെന്നാണ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, പക്ഷെ അപ്പോൾ പോലും അർജന്റീനൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അത് ആ മത്സരം ഉണ്ടാവില്ല എന്ന്. പക്ഷേ അപ്പോഴും ഇത് നടക്കുമെന്ന് പറഞ്ഞിരുന്നത് സ്പോൺസറാണ്. അപ്പോൾ ഒരു തരത്തിൽ ഇത് പറഞ്ഞു പറ്റിക്കുകയായിരുന്നില്ലേ മിഥുൻ? ഭവ്യ, അതായത് നമ്മൾ ഏവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഏവരും കാത്തിരുന്നത് മെസ്സി വരുമെന്നു തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും കാത്തിരിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു മെസ്സി കേരളത്തിലേക്ക് വരുമെന്നുള്ളത്. അങ്ങനെ ഒരു ശുഭപ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആരാധകരെ സംബന്ധിച്ച് വളരെ കാത്തിരിപ്പായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ളൊരു നിമിഷം പങ്കുവെക്കാൻ സാധിക്കുമെന്നുള്ള വളരെ കാത്തിരിപ്പിനൊടുവിലാണ് ഇത്തരത്തിലൊരു രീതിയിലുള്ളൊരു പ്രതികരണം ഇപ്പോൾ ഈ സ്പോൺസറുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നത്. അങ്ങനെ ഇനിയും എങ്കിലും, അതായത് ഇപ്പോഴും ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് അടുത്ത വർഷമെങ്കിലും മെസ്സി കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിൽ അവർ ഇപ്പോൾ പറഞ്ഞു വന്നിരുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകുന്നു. ഒരു തരത്തിലും മെസ്സി ഈ വർഷം കളിക്കാൻ, മെസ്സിയും അർജന്റീനൻ ടീമും കളിക്കാൻ എത്തില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അർജന്റീന ടീമും ഒപ്പം തന്നെ ഇത്തരത്തിൽ മെസ്സിയും വരുമെന്നുള്ള കാര്യത്തിൽ AFCയുമായി ധാരണയിലെത്തിയിരുന്നു. അതിനുവേണ്ടി തുക അനുവദിക്കുകയും ചെയ്തിരുന്നു, അത് നൽകുകയും ചെയ്തു. ആ ധാരണാപത്രത്തിൽ ഇവർ ഒപ്പിടുകയും ചെയ്തു എന്നുള്ള കാര്യമെല്ലാം ശരിയാണ്. പക്ഷേ അതിൻ്റെ എതിർ ടീമായി നിശ്ചയിച്ചിരുന്നത് ഓസ്ട്രേലിയൻ ടീമായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയൻ ടീമുമായി ബന്ധപ്പെട്ടുള്ള യാതൊരുവിധ പ്രതികരണവും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ അർജന്റീനയുടെ AFCയുടെ പ്രതിനിധികൾ ഇത്തരത്തിൽ സ്റ്റേഡിയത്തിൽ വന്ന് പരിശോധന നടത്തുന്നു, അതിനുശേഷം അവർ തിരികെ മടങ്ങുകയും ചെയ്യുന്നു. ആ സമയത്ത് പോലും
ഇവിടുത്തെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളിൽ തൃപ്തരാണ് എന്നായിരുന്നു അറിയിക്കുകയും ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് ലാൽ നാസിയോൺ അടക്കമുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട സ്പോർട്സ് മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കരാറിൽ ചില ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ചില ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ലംഘനങ്ങൾ ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും തന്നെ അതനുസരിച്ചുകൊണ്ട് കേരളത്തിലേക്ക് അർജന്റീൻ ടീം വരുന്നില്ല. അതായത് ആ മത്സരം റദ്ദാക്കിയാണ്. മറ്റൊരു വഴി, അതായത് അങ്കോളയിൽ ഈ അടുത്ത മാസം നവംബർ 11-ാം തീയതി അങ്കോളയുമായിട്ടുള്ള മത്സരം, അതിനുശേഷം നവംബർ 17-നായിരുന്നു കേരളത്തിൽ മത്സരം നിശ്ചയിച്ചിരിക്കുന്നതെന്ന് സ്പോൺസർ ഉൾപ്പെടെയുള്ളവർ പറയുകയും അപ്പോൾ പോലും മിഥുൻ, ഈ അർജന്റീനയ്ക്ക് 2 സഹോദര മത്സരങ്ങളാണ് ഉള്ളത്, നവംബറിലുള്ളത്. അതിലൊന്ന് നമുക്കറിയാം അങ്കോളയിലാണ്. അപ്പോൾ സ്വാഭാവികമായും രണ്ടാമത്തേത് ആഫ്രിക്കയിൽ തന്നെ മറ്റൊരു ടീമുമായി കളിക്കുമെന്നാണ് മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, ഇന്ത്യയിലേക്ക് വരും എന്ന് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതുമാത്രമല്ല, അത് എതിർത്ത് പറഞ്ഞവരെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഭവ്യ, അങ്ങനെ തന്നെയാണ്. അതായത് ഇത്തരത്തിൽ അർജന്റീനൻ ടീമിനെതിരായി മത്സരിക്കുമെന്ന് ഇവർ പറഞ്ഞിരുന്ന ടീമെന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ടീമായിരുന്നു. പക്ഷേ ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഒരു ഘട്ടത്തിൽ പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിൽ വസ്തുത. മറ്റൊന്ന്, ഇത്തരത്തിൽ അവർ ഏതെങ്കിലും തരത്തിൽ ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു രേഖ പോലും കാണിക്കാൻ ഇത്തരത്തിൽ സ്പോൺസർക്കോ അല്ലെങ്കിൽ സംസ്ഥാന കായിക വകുപ്പിനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വി അബ്ദുറഹ്മാനും പലകുറി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുമ്പോൾ എല്ലാവരും മെസ്സി വരില്ല എന്ന് പറയുന്നു. പക്ഷേ മെസ്സി വരുമെന്നുള്ള കാര്യത്തിൽ അതിന്റെ ചർച്ചകൾ നടത്തിയതുമൊക്കെ നിങ്ങൾ പിന്നീട് വാർത്താ മാധ്യമങ്ങളിലൂടെ കാണുന്നതല്ലേ. വീണ്ടും വീണ്ടും എന്തിനാണ് ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്? ഒരു ടീം വന്ന് കളിച്ചിട്ട് പോകുന്നത് അത് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചും ഒക്കെ വളരെ ആവേശം നൽകുന്നല്ലേ എന്നൊക്കെ ഉള്ളൊരു പ്രതികരണമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇനി എന്ത് മറുപടിയായിരിക്കും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത്രയും നാൾ താൻ എന്താണോ പറഞ്ഞിരുന്നത് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെസ്സി വരുമെന്ന് പ്രതീക്ഷിച്ച് ആരാധകർ കാത്തിരുന്നു. സ്പോർട്സ് ലേഖകൻ രാജേഷ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രാജേഷ്, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച്, മെസ്സി ആരാധകരെ സംബന്ധിച്ച്, അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും വേദനയുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന, നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലയണൽ മെസ്സി കേരളത്തിലേക്ക് എത്തില്ല. എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? തീർച്ചയായിട്ടും നമുക്കിത് ആദ്യം മുതലേ ആശങ്ക ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ്. നമ്മൾ പലപ്പോഴും പറയുമ്പോൾ അല്ലെങ്കിൽ മീഡിയ ഇതിനെതിരായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഇതിന്റെ സ്പോൺസറും അല്ലെങ്കിൽ കായിക മന്ത്രി അടക്കമുള്ളവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന ലോജിക്കലായ കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വേൾഡ് കപ്പ് പോലുള്ള ഇവന്റുകളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഇത്ര വലിയ സ്റ്റേഡിയങ്ങളിൽ, ഫിഫ അനുമതിയുള്ള സ്റ്റേഡിയങ്ങളിൽ പോകുന്ന അല്ലെങ്കിൽ ടീമിന്റെ ഒരു ഫിഫയുടെ ഇതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളെന്ന് അതിനെക്കുറിച്ചൊക്കെ അറിയാവുന്ന ആൾക്കാർക്ക് ഇതേ സംബന്ധിച്ചൊരു അടിസ്ഥാന ധാരണയുണ്ട്. അപ്പൊ ആ ധാരണ വെച്ചുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇവരോട് സംസാരിച്ചതും ചോദ്യങ്ങൾ ഉന്നയിച്ചും. അപ്പോഴൊക്കെ ശരിക്കും നമ്മളെയാണ് ബ്ലെയിം ചെയ്തുകൊണ്ടുള്ളൊരു പെരുമാറ്റമായിരുന്നു പ്രത്യേകിച്ച് സ്പോൺസറുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മിനിമം ടൈമിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ പൂർത്തിയാക്കാൻ പറ്റും എന്നൊരു അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. പിന്നെ ഇവരുമായിട്ടുള്ള കരാർ എന്താണ്? ഇപ്പം ഇങ്ങനൊരു കരാർ ഉണ്ട് എങ്കിൽ അത് എന്തുകൊണ്ടാണ് ഇപ്പം അവർ 2 പ്രാവശ്യം 2 മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇതിന്റെ കോൺട്രാക്ട് ബ്രീച്ച് ചെയ്തേക്കുന്നത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്പോൺസേഴ്സും കേരള സർക്കാരുമാണ് എന്നുള്ള രീതിയിൽ അവർ പറയുകയുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അതെന്താണ്, എന്ത് കരാറാണ് ബ്രീച്ച് ചെയ്തത്, അത് എന്താണെന്ന് ഇവരുന്ന് വ്യക്തമാക്കാൻ തയ്യാറ്. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ മെസ്സി ഇദ്ദേഹം പറഞ്ഞ കരാർ ബ്രീച്ച് ചെയ്തേക്കുന്നത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആണെന്ന് നേരത്തെ ആ രീതിയിലുള്ള സംസാരമൊക്കെ വന്നിരുന്നു. അങ്ങനെ കരാർ ബ്രീച്ച് ചെയ്യാൻ പാടില്ല, ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിയമപരമായിട്ട് നീങ്ങാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെ ആദ്യ ഘട്ടങ്ങളിൽ ചർച്ചയൊക്കെ വന്നു. ആ ചർച്ചയൊക്കെ ന്യൂസ് എയ്റ്റീനിൽ നമ്മൾ സംസാരിച്ചു. രാജേഷ്, ഇതുമായി ബന്ധപ്പെട്ട് 2 ആഴ്ച മുൻപ് തന്നെ ന്യൂസ് 18 വളരെ വ്യക്തമായി ഇക്കാര്യം ആധികാരികമായി തന്നെ പറഞ്ഞതാണ്, മെസ്സി കേരളത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്ന്. പക്ഷെ അപ്പോഴും നവംബറിൽ തന്നെ മെസ്സി കേരളത്തിലേക്ക് എത്തും എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത്